തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ചകിരിയോടെ. അല്ലെങ്കിൽ ഒക്കെ പൊതിച്ചതാ കിട്ടുക. കുറേ നാളായി തേങ്ങ പൊതിച്ചിട്ടാട്ടെ സാധനം ചെയ്തിട്ട് ഇല്ലാട്ടാ. കുറേ നാളായി. വെട്ടുകത്തിൻ്റെ പിടിയും മുറിച്ചു. വെറുതെ നേരം പോക്കിന് വിറക് ഞാൻ പൊതിക്കാൻ കിട്ടുന്നുണ്ടല്ലേ. ചാരി എടുത്തേക്ക് കുളിക്കുമ്പോൾ വരയ്ക്കാം. പൊതിച്ചെടുക്കട്ടേട്ടാ. ആ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഭയങ്കര തലവേദന കേട്ടോ. വെയിൽ കൊണ്ടതില്ല. ഇന്ന് പച്ചക്കായും ചെറുപയറും കൂടിയിട്ടൊരു കറിയാണ് കേട്ടോ. എലിശ്ശേരി പോലത്തെ ഒരു കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അതെങ്ങനെയാണ് വെക്കുക നോക്കാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോ ഫേസ്ബുക്കിലെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ചെറുപയർ കുതിർത്ത് കാണിട്ടാണ്, കുതിരാനിട്ടതാണ്. ഇത് വലിയ വലിയ കഷ്ണമാക്കി മഞ്ഞപ്പൊടി വെള്ളം വെച്ചിട്ടുണ്ട്. അത്രയും വലുതായിട്ട് കറി വെക്കാം. ചെറുപയർ ഇട്ടാ 1/4 കിലോ ചെറുപയറുണ്ട്, കുതിർത്തതാണ്. ഒരു പച്ചക്കായി വലിയ വലിയ കഷ്ണം കേട്ടോ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഒരു 5 വിസിൽ വരട്ടെ. അപ്പോഴേക്ക് തേങ്ങ അരച്ചിട്ട് വരാം. ചെറിയൊരു മുറി തേങ്ങ, ഒരു പച്ചമുളക്, അര ടീസ്പൂൺ നല്ല ജീരകം, രണ്ട് ചെറിയ ഉള്ളി, എല്ലാം കൂടി അരച്ചിട്ട് വരട്ടെ. ചെറുപയറും കായും എന്താ നോക്കാം. നന്നായി വെന്തു കേട്ടോ. നന്നായി ഉടഞ്ഞിട്ടില്ല. ഞാൻ ചട്ടിയിലേക്ക് മാറ്റട്ടെ. ചട്ടിയിലേക്ക് മാറ്റട്ടെ, നല്ല കാണുള്ളൂ. ചട്ടിയിലേക്ക് ടേസ്റ്റ്. അതെ, നമ്മുടെ അരപ്പിട്ട് കൊടുക്കട്ടോ. നന്നായി അരച്ചില്ല, തരിതരിപ്പായിട്ടാണ് കേട്ടോ അരച്ചിരിക്കുന്നത്. ചതച്ചല്ല, കുറച്ച്. ചൂടുണ്ടോ ഗൈസ്? എന്താ ചൂട്? കുറച്ച് ജാറുകയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഒരു കുറുകിയ കറിയാണ്, എരിശ്ശേരി പോലത്തെ ഒരു കറിയാണ്. പോലെ ഒന്ന് തിളക്കട്ടെ. നമ്മുടെ കറി തിളച്ചോട്ട് അരപ്പിട്ടിട്ട് നിന്ന് താളിച്ചൊഴിക്കാം. ചെറുതായിട്ട് തിളച്ചാൽ മതി. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്,
കറിവേപ്പില, സൂപ്പറാണ്. നമ്മുടെ കറി അടിപൊളി കറി ഉണ്ടോ. ഒന്നുകൂടി കുറുകൂട്ടാ, കുറുകിയ കറിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. വെക്കാത്തവരെ വെച്ച് നോക്കട്ടെ. കായും ചെറുപയറും പുട്ടാണ്ടാ രാവിലെ കഴിക്കാൻ. പുട്ടും ചെറുപയറും. കുറച്ച് മുകളിലൂടെ തേങ്ങയില്ല. വേഗട്ടെ. ഏട്ടൻ്റെ ചോറാക്കണ്ട, പണിക്ക് പോയ എൻ്റെ പൊന്നിയൻ്റെ ചോറാണ്. പിടിക്കും. പൊന്നുപോലെ തരി, പൊന്നുപോലെ തരി. ചെറുപയറും കായും വെക്കാത്തവരെ വെച്ച് നോക്കട്ടെ. എല്ലാവരും വെക്കുന്നതാണ്. എന്നാലും സൂപ്പർ ടേസ്റ്റാണ്. കൈ കൊള്ളും. ചൂട് ഇനി ഒരു സ്പെഷ്യൽ എന്നറിയാം. ഇഞ്ചി തൈരാണ് കേട്ടോ. ഇന്ന് ഇതാണ് സ്പെഷ്യൽ. ചാറിന് അതും കളിക്കതും. നല്ല ചൂടത്ത് മോര് മോരുമ്പളം കലക്കാൻ വെച്ചതാണ്. മതി. എന്താ ഏട്ടനെ പണിക്ക് പറഞ്ഞാൽ കേട്ടാ. പുട്ട് കഴിക്കാൻ കൊടുക്കട്ടെ. പുട്ട് വെന്തു. നാലായിട്ട് വിരിഞ്ഞു അങ്ങോട്ട്. പുട്ട് ഈ കറിയെ കഴിക്കുന്നുട്ടാ. സൂപ്പർ ടേസ്റ്റാണ്. ചെറുപ്പല്ലേ അത്രേ ഉള്ളൂ. പുട്ട്, ചൂട് കറി കൈ കുത്താൻ പറ്റില്ല. കഴിച്ചാൽ മതിട്ടാ. ഇന്ന് കോട്ടയത്തുള്ള ചിന്നി ടീച്ചർ നമുക്ക് സമ്മാനം അയച്ചാൽ കേട്ടോ. വീണ്ടും സമ്മാനം കിട്ടിയത് ടോപ്പാണ് കേട്ടോ. ഞാൻ പൊട്ടിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് അയച്ചതാ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് അയച്ചതാണ് കേട്ടോ. എന്താ അടിപൊളി, നല്ല രസമുള്ള ടോപ്പ്. ഷോർട്സ് ഇട്ടാ. ഇതൊരു ഡൗട്ടുണ്ട് ആർക്കാന്ന്. ഉണ്ണിക്കാണോ എനിക്കാണെന്ന് അറിയില്ല. നമുക്ക് ടീച്ചറോട് തന്നെ ചോദിക്കാം. ഇതെനിക്കാ, ഇതൊരു ഷോർട്സ് ഇട്ടാ. ഇതെനിക്കാ കറക്റ്റാ. പിന്നെ ഒരു ടോപ്പ് ഉണ്ട് കേട്ടോ. ഇതിൽ ആദ്യത്തെ 2 എണ്ണം 2-3 ദിവസം മുമ്പേ വന്നു. 2 ദിവസമായിട്ടാണ് വന്നിട്ടാ. അത് ഞാൻ പൊട്ടിക്കാണ്ട് വെച്ചത്. പൊട്ടിക്കാണ്ട് ധൃതിയായിരുന്നു. ഒരെണ്ണം ഇന്നും വന്നു. ചിന്നി ടീച്ചർക്ക് ഒരുപാട്, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ടീച്ചർക്ക് ഒരുപാട് നന്ദി. അതെ, ടീച്ചർ എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യാം. ടീച്ചറിൻ്റെ ചാനൽ നമ്മൾ മെൻഷൻ ചെയ്യാം. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ടോപ്സാണ്. ഡ്രസ്സ് മാത്രം കാണിക്കാം. അടിപൊളിയാണ് ക്വാളിറ്റിയൊക്കെ.